അഭിലാഷ്, ഇപ്പോൾ അവിടെ മഴ പെയ്തു തുടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നുമുണ്ട്. വാക്കേറ്റവും കയ്യാങ്കളിയൊന്നും തീരുന്നുമില്ല. കുട്ടികളെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ വോട്ടെടുപ്പ് നടക്കുന്നുണ്ടോ? ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അകത്ത് പ്രവേശിക്കാനാകുന്നുണ്ടോ? ഈ പ്രധാന വഴിയിൽ കൂടെ മാത്രമാണ് ആളുകൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുള്ളത്. പക്ഷേ മറ്റു വഴികളിലൂടെ സ്കൂളിലെ മറ്റു ഭാഗത്തൂടെയൊക്കെ ആളുകൾ ഉള്ളിലേക്ക് വരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഏതാണ്ട് 7500ഓളം വോട്ടുകൾ ഇതിനകം തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ പോൾ ചെയ്യുന്ന വോട്ടുകളെക്കാൾ കൂടുതലാണ് ഈ എണ്ണം. ബാക്കി ഇപ്പോൾ ഏതാണ്ട് ഒരു 100-150 ആളുകൾ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ട്, പ്രധാന ഗേറ്റിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നതാണ്. പക്ഷേ പോലീസ് ഇപ്പോഴും നിഷ്ക്രിയമായി നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടാതെ സ്കൂളിനകത്തുള്ള സുരക്ഷ ഒരുക്കുന്നതിനൊപ്പം MP-ക്കും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് അടക്കമുള്ള സുരക്ഷ ഒരുക്കുന്ന നിലപാട് മാത്രമാണ് അവർ സ്വീകരിക്കുന്നത്. വോട്ടർമാരെ അകത്തേക്ക് കടത്തിവിടുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ അതിന് ശക്തമായ പോലീസ് സംവിധാനങ്ങളോ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഏതാണ്ട് 11 മണിയോട് തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ വലിയ തരത്തിൽ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു നിലയിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും CPM പ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. കാരണം പ്രവർത്തകർ വലിയ തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ വാക്കേറ്റവും പോലീസുമായി വാക്കേറ്റം അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുമായി വാക്കേറ്റമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ തന്നെ CPM പ്രവർത്തകർ അവിടെ നിന്നുകൊണ്ട് CPM നേതാക്കൾ നിന്നുകൊണ്ട് അവർക്ക് പ്രതിരോധം തീർക്കുകയും ഈ നേതാക്കൾക്കെതിരെ അക്രമം ഉണ്ടാവരുതെന്ന നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഈ വോട്ട് ചെയ്യാൻ വരുന്ന ആരെയും തടസ്സപ്പെടുത്തില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. തടസ്സപ്പെടുത്തിയത് കള്ള വോട്ട് ചെയ്യാനെത്തിയവരെ മാത്രമാണ്. അവരെ തിരിച്ചയക്കുകയും കൂകി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് CPM നേതാക്കളുടെ ഭാഗത്ത് വരുന്ന പ്രതികരണം. ഏതായാലും ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എത്തിയ ആളുകളെ, സ്ത്രീകളെ ഉൾപ്പെടെ കാണുന്നുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾക്ക് കൃത്യമായി സ്ലിപ്പൊക്കെ ഉണ്ട്, എന്നിട്ടും എന്തിനാണ് തടയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതാണ് സൂചിപ്പിച്ചത്. നേരത്തെ കള്ളവോട്ട് ആരോപണം ഏതാണ്ട് 50ഓളം കള്ളവോട്ട് ആരോപണം രണ്ടു ഭാഗത്തുമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് വരുന്ന വോട്ടർമാരെ അകത്ത് കടത്തിവിടാത്ത സ്ഥിതിവിശേഷമുണ്ടായത്. അത്തരത്തിൽ കൃത്യമായ വോട്ട്, അതായത് വോട്ട് അടക്കമുള്ള ആധാർ കാർഡും അതോടൊപ്പം തന്നെ ID കാർഡ് അടക്കമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ അകത്തേക്ക് വരാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവരെയാണ് ഇപ്പോൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം രണ്ടു കൂട്ടരും ഈ പ്രധാന ഗേറ്റിൻ്റെ മുൻഭാഗത്ത് തമ്പടിച്ച് നിൽക്കുന്നു. തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും വോട്ടർമാർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെയാണ് പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇവർക്ക് അകത്തേക്ക് കടക്കുന്നതിന് ആവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം അവരുടെ ഭാഗത്ത് ഇപ്പോഴും ഉണ്ടാവുന്നില്ല. ഇത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇത് പോലീസും CPM പ്രവർത്തകരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ആളുകൾക്ക് അകത്തേക്ക് കടത്തിവിടാൻ കഴിയാത്തത് എന്നുള്ള കാര്യം കൂടി അവർ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ രണ്ട് വശത്തും നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത്. 4 മണി വരെയാണ് വോട്ടെടുപ്പ്. ഇനി ഏതാണ്ട് 50 മിനിറ്റ് മാത്രമാണ് വോട്ടെടുപ്പ് ഉണ്ടാവുക. അതിനുശേഷം വോട്ടെണ്ണും. ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ ഇതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയൊരു തരത്തിൽ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സന്നാഹം ഇവിടെ എത്തിച്ചേരണം എന്നുള്ള ആവശ്യം കൂടി പല ഘട്ടങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അത്തരമൊരു സംവിധാനം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഏതായാലും ഇപ്പോഴും വോട്ടർമാർ അകത്ത് കടത്തിവിടുമ്പോൾ ചില ഭാഗത്തു നിന്ന് കയ്യടിയും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് കൂകി വിളിയും ഉണ്ടാവുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം കള്ളവോട്ട് ചെയ്യാനെത്തുന്നു എന്നുള്ള ആരോപണം ശക്തമാണ്. ഇരുഭാഗത്തും ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. അതോടൊപ്പം തന്നെ വോട്ടർ ID-യുമായി എത്തിയിരിക്കുന്ന ആളുകളെ അവരുടെ വോട്ടർ ID പറിച്ചു കീറി പുറത്തേക്ക് കളയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പലർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിലുണ്ട്. അതായത് സ്ത്രീകളടക്കവും കുട്ടികളടക്കമുള്ള കുട്ടികളെയും കൊണ്ട് വന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ കഴിയാതെ പുറത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയുണ്ട്. ഏതായാലും 7500ഓളം 7400-നും 7500-നും ഇടയിൽ വോട്ടർമാർ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. വിനീത.